ഒരുപാട് ലോകത്തിന് ഒരുപാട് ജനങ്ങളെ ഒരു ടൂറിസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന, ടൂറിസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട്. അവിടുത്തെ മനോഹാരിത തന്നെയാണ് ഇവിടുത്തെ ആ ജനങ്ങൾക്കുമുള്ള ഹൃദയം. ആ പച്ചയും സ്നേഹവും നിറഞ്ഞ ആ ഒരു വയനാടിന്റെ തനിമത, കേരളത്തിന് അഭിമാനമായ ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് ജില്ല. അപ്പം വയനാട് എന്ന് പറയുന്നതാണ് നമ്മുടെ കേരളത്തിലെ വളരെ സുന്ദരമായ, ഏറ്റവും അതിമനോഹരമായ ആ ഒരു വനങ്ങളും പിന്നെ തേയിലത്തോട്ടങ്ങളും കുന്നുകളുമൊക്കെ നമുക്ക് എവിടെയും ഒരു അറബിയാണ് അല്ലെങ്കിൽ ഒരു യൂറോപ്യനാണ് നമ്മുടെ കേരളം സന്ദർശിക്കുന്നതെങ്കിൽ വയനാട് സന്ദർശിക്കാതെ പോകാൻ കഴിയില്ല. അത്ര മനോഹരം നിറഞ്ഞ ഒരു പ്രദേശമാണ്. ആ വയനാടിന്റെ ഒരു ജില്ലാ രൂപീകരണം ഇവിടെ നടക്കുമ്പോൾ റിയാദിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. നിങ്ങളെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം സഹോദരന്മാരാണ്. ഇതിന്റെ ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് മാഷ് തന്നെ ഇതിന്റെ പ്രസിഡന്റ്. വളരെ റിയാദിന്റെ മണ്ണിൽ ഒട്ടനവധി സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കൊക്കെ പ്രചോദനം നൽകിക്കൊണ്ട് നമ്മുടെ സദസ്സുകൾക്കൊക്കെ അനുഗ്രഹീതമായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകമായ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു കലാകാരൻ എന്ന ഒരു സിംഗർ എന്ന നിലയിൽ, ഒരു ബെസ്റ്റ് സിംഗർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കലയും ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ അത് നമ്മൾ മറ്റൊരു തലങ്ങളിലേക്ക് വയനാടിനെയും നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ, അദ്ദേഹത്തിന്റെ ടീമിന് കഴിയട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വയനാട് ജില്ലാ രൂപീകരണ യോഗത്തിൽ നിങ്ങൾ ആർക്കും യാതൊരു പ്രാദേശികരമായ താല്പര്യങ്ങളില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മുടെ നാടെന്ന് പറയുന്നത്, കേരളം അഭിമാനമാകുന്നത് നമ്മൾ ആ ഒരു സാംസ്കാരികത, ആ ഒരു കൾച്ചർ നമ്മൾ ലോകത്ത് എവിടെ പോയാലും നമ്മൾ അത് കാഴ്ചവെക്കുന്നു. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടത്. നമ്മൾക്ക് ആർക്കും ജാതിയോ മതമോ പ്രാദേശികതയോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, നമ്മൾ വയനാട് ആ ജില്ല എന്ന് പറയുമ്പോൾ ആ ജില്ലയോട് നമുക്ക് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കുക. ഈ സംഘടനയിൽ ഒട്ടനവധി അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പല രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുണ്ടാകാം. പല രീതിയിൽ സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം, ഒരു വിശാലത, ആരെയും നമ്മുടെ മനസ്സിലേക്ക് ഏത് അഭിപ്രായം പറഞ്ഞാലും അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാനും അവരെ നമ്മൾ ബഹുമാനിക്കാനും അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ സംഘടനയ്ക്ക് അതുല്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഓരോ വ്യക്തികൾക്കും വേണ്ടത്. നമ്മുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, എല്ലാവരും അത് ആസ്വദിക്കണം. ആസ്വദിച്ചാൽ മാത്രം പോരാ, ഇരിപ്പിടത്തിൽ നിന്നും അനങ്ങാതെ, തലയനക്കാതെ, കൈകൾ അനക്കാതെ സംഗീതം മുഴുവനായിട്ടും ആസ്വദിക്കണം.
വേദികളിലൊക്കെ സുഖമാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അത് കഴിഞ്ഞ ആഴ്ചയിലായാലും തീരെ കാണാത്തവരും കണ്ടവരൊക്കെ. അപ്പൊ സാധാരണ എന്നെ പോലുള്ള ഇതുപോലുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകള് മക്കളെ നമുക്ക് ഉണ്ടാക്കി കുറച്ചേരം ഇവിടുത്തെ ശബ്ദം പിള്ളേർക്ക് വേണ്ടി ആക്ടിങ് ചെയ്യേണ്ടി വരും. പിള്ളേർക്ക് വേണ്ടി ഫിലിം ട്രെയിലറൊക്കെ ചെയ്യേണ്ടി വരും. ഞാനിവിടെ ഒന്ന് പെടും പാടുവിടും. അവർക്കൊരു ഫിലിം ട്രെയിലർ ചെയ്ത് സൈലന്റ് ആക്കിയല്ലോ. എന്റെ സാറേ ഇവിടെ മൊത്തം അറബികളാണല്ലോ. കേരളത്തിൽ നിനക്ക് എവിടെയെങ്കിലും അറബികൾ കാണാൻ പറ്റും? ഇല്ല സാർ. നോട്ട് പോയിന്റ്. ഇതൊന്നും തനിക്കെന്ന് മനസ്സിലായി? അറബികൾ മൊത്തം അറബി നാട്ടിലാണ് മനസ്സിലായി. എന്റെ സാറ് ഡെമ്മിക്ക് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. തൽക്കാലം ഞാൻ ഡമ്മിയാവാ സാറേ. താനല്ലെങ്കിലും ഡമ്മിയല്ലേ? തന്നെ കൂടി ചേർത്ത ഞാൻ ഡമ്മിയുടെ ഡമ്മി എന്ന് പറയുന്നു. ചമ്മി സാറേ ഡമ്മി. Assalamu alaikum. Walaikum salam. I am Sayyid Ramya from CBI. شهر يا أخي شهر. Not Shradha. I am Sayyid Ramya from CBI. والله أنت قلت كبير. I am not a Kirtan. ഇയാളാണ് Kirtan. من هذا ഫലമായിട്ടാണ് വയനാട് ജില്ല ഇന്ന് ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുള്ളത്. അതിന് പിന്നിൽ എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് കാര്യം നേടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതേ നിലയിൽ വയനാട് ജില്ലയ്ക്ക് വേണ്ടി മാത്രമായിട്ട്, കാരണം ഇത് നമ്മുടെ സ്വന്തം ഒരു അഭിമാനത്തിന്റെ വിഷയമാണ്. കുറെ ജില്ലയിലുള്ള ആളുകളൊക്കെ നമ്മൾക്ക് സഹായിക്കാൻ പരിപാടികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സന്ദർഭം എന്നും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിനുള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ നിലയിലാണ് നമ്മളിവിടെ കഷ്ടപ്പെട്ടു പോകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും നൽകുകയാണ്. എന്റെ സൗണ്ട് പോയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇനിയും നല്ല രീതിയിൽ വരും തലമുറയിൽ കൂടി ഓടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നമ്മളിവിടെ ഉണ്ടായിക്കൊടുക്കണം മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.
കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് കയ്യിൽ വരട്ടെ മക്കൾക്ക് കയ്യിൽ വരട്ടെ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റാ ഇമ്പപ്പൂവഴകാൽ മക്കാ മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ് രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റാ ഇമ്പപ്പൂവഴ മക്കാ മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ് മഹദികൾക്കാകെയും മാതൃകയാണ് ഫാത്തിമത്ത് സുഹ്റാ ഫാത്തിമത്ത് സുഹ്റാ സത്തായ ദീനിന്റെ പാതയിൽ ഫാത്തിമ മാതൃക പൂവായി തിളങ്ങിയ രാജാ മഹദികൾക്കാകെയും മാതൃകയാണവർ ഫാത്തിമത്ത് സുഹ്റാ ഫാത്തിമത്ത് സുഹ്റാ അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റാ ഇമ്പപ്പൂവഴകാൽ മക്കാ മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ് റസൂലിന്റെ മുത്തായ പൂമകൾ സൂരനലിയുടെ കൽവിന്റെ സീനത്ത് ഹസൻ ഹുസൈനാരുടെ പുന്നാര പൊന്നുമ്മ ഫാത്തിമത്ത് സുഹ്റാ ഫാത്തിമത്ത് സുഹ്റാ മുത്ത് റസൂലിന്റെ മുത്തായ പൂമകൾ സൂരനലിയുടെ കൽവിന്റെ സീനത്ത് ഹസൻ ഹുസൈനാരുടെ
രാജാവിൻ പൂമരം ഫാത്തിമക്ക് പൂവഴകായി മക്കാമൽ പൂവിൽ കുടിച്ചൊരു കമറാണ് ഫാത്തിമ കുളിമാണ്. കരളിന്റെ കരളായ പൂമോളെ ഫാത്തിമ കനലിൽ